ഉത്തരാഖണ്ഡ് ഏക സിവിൽ കോഡിലേക്ക് ഏക സിവിൽ കോഡ് ബിൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കും. ഞായറാഴ്ച ചേർന്ന മന്ത്രിസഭാ യോഗം കരടിന് അംഗീകാരം നൽകിയിരുന്നു. ബിൽ ഇന്നലെ നിയമസഭയിൽ അവതരിപ്പിക്കുമെന്ന് കരുതിയെങ്കിലും അവതരിപ്പിച്ചില്ല. വിവരങ്ങളുമായി സുബി വിശ്വനാഥൻ ആണ് നാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. സുബി, ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കും എന്ന് BJP ആവർത്തിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കേരളത്തിലാണെങ്കിൽ സുരേഷ് ഗോപി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞതും ഏക സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് ആയിരുന്നു. ഇതിപ്പോൾ കേന്ദ്രം നടപ്പിലാക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നില്ല ഉത്തരാഖണ്ഡ്. അവിടെ BJP സർക്കാർ ആണ് അധികാരത്തിലുള്ളത്. ഇന്ന് ബിൽ പാസ്സാക്കപ്പെടുവാനുള്ള സാധ്യത തന്നെയല്ലേ, ചർച്ചയ്ക്ക് ശേഷം പാസ്സാക്കപ്പെടുവാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? അഭിലാഷ്, ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് ഇന്ന് നിയമസഭയിൽ അവതരിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഉത്തരാഖണ്ഡ് മന്ത്രിസഭാ യോഗം ഇത് സംബന്ധിച്ച് കരടിന് അംഗീകാരം നൽകിയത്. വിദഗ്ധ സമിതിയാണ് ഇത് സംബന്ധിച്ച് കരട് തയ്യാറാക്കിയിരുന്നത്. ആ കരടിന് കഴിഞ്ഞ ദിവസം മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരുന്നു. ഇന്ന് ഈ നിയമസഭയിൽ ഇതിന്റെ വിശദമായ വിവരങ്ങൾ മുഖ്യമന്ത്രി പുഷ്കർ ധാമി അവതരിപ്പിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടത് ഉത്തരാഖണ്ഡിലെ ദളിത് വിഭാഗങ്ങളെ ഇതിൽ നിന്ന് മാറ്റി നിർത്തും എന്നാണ് പറയുന്നത്. ബാക്കിയുള്ള വിവരങ്ങൾ വരും വഴിയെ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് വീണ്ടും ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനത്ത് തന്നെയാണ് ഇപ്പോൾ ഇത് സിവിൽ കോഡ് നടപ്പാക്കാനുള്ള ശ്രമങ്ങളും നടക്കുന്നത്. ഒപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടെ നടക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. നേരത്തെ മുതൽ തന്നെ ഈ ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും എന്ന് BJP പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാധ്യത കൂടിയുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പ്രതിപക്ഷ കക്ഷികൾ വലിയ എതിർപ്പ് പറയുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത് നടപ്പാക്കുന്നത്. പ്രത്യേകിച്ചും ഉത്തരാഖണ്ഡിൽ കോൺഗ്രസ് വലിയ എതിർപ്പ് പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് സ്വാഭാവികമായി ഇത് നടപ്പാക്കുമ്പോൾ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളും മറ്റും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഉത്തരാഖണ്ഡിൽ ഇതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് തന്നെ ഇത് അവതരിപ്പിക്കുമെന്ന് പുഷ്കർ ധാമി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അഭിലാഷ്.